നമ്മളിപ്പോൾ ഇന്ന് എവിടെ ഉള്ളത്? ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു മെഡിക്കൽ കോളേജാണ്. ഇവിടെയുള്ള കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ MBBS BDS നഴ്സിംഗ് ആണ് വരുന്നത്. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് ക്യാമ്പസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ക്യാമ്പസിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ടുപോട്ടെ. ശ്രീ സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ നമ്മൾ വന്നിരിക്കുന്നത് ബെഗൂർ നെലമംഗല ബ്രാഞ്ചിലാണ്. ഇവരുടെ നഴ്സിംഗ് ആണുള്ളത്. ഒന്ന് തുംകൂറും ഒന്ന് ബെഗൂറിലും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്യാമ്പസ് വിശേഷങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നഴ്സിംഗിന് വേണ്ടിയുള്ളൊരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിൽ നോക്കുമ്പോഴത്തേക്ക് താഴത്ത് ഈ ഒരു ഫ്ലോറിൽ ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവരുടെ ലൈബ്രറിയിലാണ്. ഓൾമോസ്റ്റ് 2000 ബുക്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. ലൈബ്രറി മാത്രമേ ഉള്ളൂ, ആവശ്യമുള്ള നമ്പർ ആണ്. പിന്നെ ലൈബ്രറിയുടെ കുറച്ച് റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് വന്നപ്പോൾ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ നഴ്സിംഗ് കുട്ടികളുടെ ലെക്ചർ ഹോൾ, അതായത് ക്ലാസ് റൂമിലാണുള്ളത്. ഇതൊരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് റൂമിലും അതുപോലെ തന്നെ ആ സീറ്റിങ്ങിലും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ആ ക്ലാസ് റൂം ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബിലാണ്, അതായത് ഫണ്ടമെൻ്റൽ ലാബിലാണ്. ഇവിടെയും വാർഡ്രോബിൽ അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും, ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് ആയിക്കോട്ടെ, ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, സർജിക്കൽ കിറ്റുകളായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഡെമോ കൊടുക്കേണ്ട രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാം. അല്ലാണ്ട് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലുള്ള ബെഡുകൾ കാണാം. പക്ഷേ ടൈഫോസിൻ്റെ എണ്ണം കുറവാണ്. മേ ബി അത് അവർ പുറത്തേക്ക് എടുക്കാത്തതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ലാബ് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ OBG ലാബ്. ഇവിടെ നമുക്ക് കുട്ടികൾ ചെയ്തു വെച്ചേക്കുന്ന പ്രൊജക്ട് ബോക്സുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഇവരുടെ കമ്മ്യൂണിറ്റി ലാബാണ്. കമ്മ്യൂണിറ്റി ലാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനഫ് നമ്പർ ഓഫ് കുട്ടികൾക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുമ്പോഴേക്കുള്ള കിറ്റുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുട്ടികൾ ചെയ്തു വെച്ചേക്കുന്ന പ്രൊജക്ട് ബോക്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ, പേര് പറയാം. ശിഖ. സ്ഥലം? കോട്ടയം. കോട്ടയം. ആരതി. കോട്ടയം. എലിസബത്ത്. കോട്ടയം. നിങ്ങൾ മൂന്നുപേരും പ്ലാൻ ചെയ്ത് വന്നതാണ്? അല്ലല്ല, ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട്? കോളേജ് നല്ല കോളേജ്, നല്ലതാണ്. നിങ്ങൾ BSc നഴ്സിംഗ് ഏത് ഇയറാ? ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആണല്ലോ. പോസ്റ്റിംഗ് ഒക്കെ നല്ലതായിട്ടുണ്ടോ? പേഷ്യൻസ് ഒക്കെ നല്ലതായിട്ടുണ്ടോ? അത്യാവശ്യം. നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഒക്കെ പേഷ്യൻസിനെ കിട്ടാറുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാറുണ്ടല്ലേ? ഓക്കെ, അപ്പം ഹോസ്റ്റൽ, നിങ്ങൾ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണല്ലോ, അപ്പോൾ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് ഞങ്ങളുടെ ഇതിന് ഹോസ്റ്റൽ ഓക്കെയാണ്. ഫുഡ് നല്ല ഫുഡാണ്, മലയാളി ഫുഡ്. ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഫുഡ്? സാധാരണ കുട്ടികൾ ഹോസ്റ്റലിൽ ആദ്യം പറയുന്നത് അല്ല, ഞങ്ങൾക്ക് മലയാളീസ് ആണ് ഫുഡ് വെക്കണത്. അപ്പം കുഴപ്പമില്ല. കുറേ പേര് നമ്മൾ പോയ കോളേജിലെല്ലാം ഫുഡാണ് ആദ്യം പ്രശ്നം. മലയാളീസ് ആണ് ഫുഡ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സിൽ കൂടുതൽ മലയാളീസ് ആണ്? കാരണം നമ്മൾ മലയാളീസ് ആണ് കൂടുതൽ. എല്ലാം മലയാള പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി കൂടുതൽ മലയാളീസ് ആണ്. അപ്പം ബോയ്സ് കുറവാണോ ക്യാമ്പസിൽ? ഗവൺമെന്റ് സിറ്റി വരുന്നത്. അപ്പം മെജോറിറ്റിയും ഗേൾസ് തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ കൂടുതലും മലയാളി ഇംഗ്ലീഷിലാണോ ക്ലാസ്? ഇംഗ്ലീഷിലാണ്. ക്ലാസ്സിൽ നിങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്? ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഒന്നും കുഴപ്പമില്ല. അപ്പം ഓവറോൾ നിങ്ങൾ ക്യാമ്പസിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കേടാ, താങ്ക് യു. നമ്മളിവിടെ വന്നപ്പം ഇവിടെ ഫ്രഷേഴ്സ് ഡേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികളുടെ. സോ പ്രോഗ്രാം കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. വായോ. Myself, Professor Chandrasekhar Elvi, Principal, Sri Siddhartha Institute of Nursing Science and Research Center, T. Begur, Bangalore, Rural. This Siddhartha Education Society has started on 1959 with the founder of Dr. H.M. Gangadharaya is the founder of our Sri Siddhartha Education Society. Our society having 85 academical institutes all over the India. So we have two medical colleges, Siddhartha Medical College in Tumkur and Sri Siddhartha Institute of Medical Science in T. Begur, Bangalore Rural. And also we have a dental colleges and also for the nursing colleges is Siddhartha College of Nursing Tumkur and in new campus Siddhartha Institute of Medical Science and Research Center in T. Begur we have two academics. First one is MBBS Siddhartha Institute of Medical Science and also Siddhartha Institute of Nursing Science. We are running with nearly 16,000 of students are outgoing in our Siddhartha Education Society. And we have a super specialty hospital providing in Siddhartha Tumkur, even also in the Siddhartha Institute of Nursing Medical Science in Bangalore. And we have an input capacity of 250 to the medical, and we have 100 seat in the basic BSc nursing course in Sri Siddhartha Institute of Medical Nursing Science. And we have
850 bed strength in Siddhartha Medical Colleges and Bangalore Rural, and also we have affiliated to Rajiv Gandhi University of Health Science, and also we have affiliated to the Indian Nursing Council, and also we are affiliated to the Karnataka State Nursing Council, Bangalore. I am happy to say 98% of the students we are taking from Kerala, and the quality is excellent. So they are good in knowledge, and also their ability, they are showing sincere in the hospital setting as well as in classes also. And he is now the present owner or secretary of Siddhartha Education Society is Dr. G. Parameshwara, present Home Minister, Government of Karnataka, is heading the institutions. അപ്പോൾ നമ്മൾ ശ്രീ സിദ്ധാർത്ഥ കോളേജിൻ്റെ നഴ്സിംഗ് ക്യാമ്പസ് എല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ ആണ് വരാൻ പോകുന്നത്. പറഞ്ഞു എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ ക്ലാസ് റൂം കണ്ടു, നല്ല ക്ലാസ് റൂം, കാരണം മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാസ് റൂംസ് ആണ്. പിന്നെ അതുപോലെ ലാബുകൾ കണ്ടു, ലാബ് ഫെസിലിറ്റീസും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റലും നമ്മൾ കുട്ടികളോടും റിവ്യൂ ചോദിച്ചു, കുട്ടികൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്, എഡ്യൂക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഫുഡ്, പ്രത്യേകിച്ച് കുട്ടികൾ ഫുഡ് ഭയങ്കര, കാരണം മലയാളി കുക്കാണ്, മലയാളി ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് കുട്ടികൾ പറഞ്ഞു. എല്ലാ കുട്ടികളും ഫുഡിൽ നല്ല സാറ്റിസ്ഫൈഡ്, കാരണം നമ്മൾ കുറേ കോളേജിൽ പോയതിൽ ഫുഡാണ് കുട്ടികൾ ബാംഗ്ലൂരിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ കുട്ടികൾ ഫുഡിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ലാബ് നോക്കുമ്പോഴത്തേക്ക് ലാബിലും അങ്ങ് വലിയ ഫെസിലിറ്റി എന്നാലും ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ കൂടാണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ലാബ് ഓർത്ത് ടെൻഷനാണ്, കാര്യം തൊട്ട് താഴെ തന്നെ മെഡിക്കൽ കോളേജ് അവൈലബിൾ ആയതുകൊണ്ട് പ്രാക്ടിക്കലിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇവർക്ക് ഹാൻഡ്സ് ഓൺ സെക്ഷൻ, അതായത് കുട്ടികൾക്ക് പ്രാക്ടീസ് പേഷ്യൻസിൽ കിട്ടുന്നുണ്ട്, ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമല്ല, കുട്ടികൾക്ക് പ്രാക്ടീസും കിട്ടുന്നുണ്ടെന്ന് കുട്ടികൾ റിവ്യൂവിൽ പറഞ്ഞു. ഓവറോൾ കുട്ടികൾ സാറ്റിസ്ഫൈ. നമ്മൾ വന്നപ്പോൾ പ്രോഗ്രാംസ് നടക്കുമായിരുന്നു, അത് പറയട്ടെ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. നമ്മൾ കുറേ കോളേജിൽ പോയിട്ട് നമ്മളൊന്ന് റിവ്യൂ ചോദിച്ചാൽ പോലും കുറേ കുട്ടികൾ ഇങ്ങനെ മടിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ അവർ ഭയങ്കര ആക്റ്റീവ്. ഫസ്റ്റ് ഇയേഴ്സ് ആയിക്കോട്ടെ, ഫൈനൽ ഇയേഴ്സ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഫൈനൽ ഇയേഴ്സ്. അവർ ഈ ഒരു 4 വർഷത്തെ ബാച്ച് തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പിൽ എല്ലാവരും നല്ല അറ്റാച്ച്ഡ് ആണ്. പ്രത്യേകിച്ച് ഒരു ഗേൾസ് ക്യാമ്പസ് കൂടെ ആയതുകൊണ്ട്, ഗേൾസ് ക്യാമ്പസ് അല്ല, പക്ഷേ ഫുള്ള് ഗേൾസ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഞങ്ങള് മലയാളികളെ അല്ലാണ്ട് വേറെ ജസ്റ്റ് കുറച്ച് ബോയ്സ് എങ്ങാണ്ടേ ഉള്ളൂ നമ്മൾ മലയാളികളല്ലാത്തവരെ കണ്ടേ, ബാക്കി ഫുൾ മലയാളികളാണ്. ഒരു മലയാളി കോളേജിൽ പോയതുപോലെ അല്ലേ. അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ആണ്. പിന്നെ നെഗറ്റീവ്സ് നോക്കിയാലും അങ്ങനെ പറയത്തക്ക നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും കണ്ടില്ല. കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞ പോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ, ഫുഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇപ്പോൾ അവരുടെ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ അവർക്ക് പുതിയ ഹോസ്റ്റൽ വേണം. ഇപ്പോഴത്തെ ഉള്ള ഹോസ്റ്റൽ കുഴപ്പമില്ല, പക്ഷേ പുതിയ ഹോസ്റ്റൽ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് കുട്ടികൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടും അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്യാമ്പസ് റിവ്യൂ വരുന്നവരേക്കും ബൈ ബൈ.